ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ മസാല. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തത് 2 ഉള്ളിയാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി, ഇങ്ങനെ സാധാരണ പോലെ നീളത്തിൽ അരിഞ്ഞെടുത്താണിത്. ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം മറ്റു ഓയിൽ ഏതെങ്കിലും എടുത്താൽ മതി. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് നല്ലതാണ്. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കളർ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പൊ ഉള്ളിയൊക്കെ സോഫ്റ്റായി കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് ചേർക്കാണ്. നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഇതിൽ മുളക് പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്. പച്ചമുളകിന്റെ ടേസ്റ്റ് കുറച്ച് മതി. ആവശ്യത്തിലുള്ള കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലൊക്കെ നല്ലോണം ചേർത്തോളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ്. ഇത് വഴറ്റുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പൊ തീ ലോ ഫ്ലെയിമിലായിട്ട് വെക്കണേ. ഇനി ഉള്ളിയും മഞ്ഞളും കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നാടൻ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും ഒരു 2-3 മിനിറ്റ് ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ചേർത്തത് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളിയാണ്. നേരത്തെ പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചില്ലേ, തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. എണ്ണ തെളിഞ്ഞു വരാനായിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി ഡ്രൈ ആക്കണ്ട. ഈ ഒരു പരുവത്തിൽ തന്നെ ഉള്ളതാണ് ടേസ്റ്റ്. ഇത് ചപ്പാത്തിയുടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അളവ് ഇതുപോലെ പകുതിയായിട്ട് വരും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ മസാലയായിരുന്നു ഇന്നത്തെ റെസിപ്പി. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.